വാപ്പനോടുള്ള ബന്ധത്തിനേക്കാൾ അധികമായ നിലക്കുള്ളൊരു ബന്ധമായിരിക്കും ചില ആളുകൾക്ക് ഉസ്താദന്മാരുണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: കുട്ടികളുടെ ഓരോ കാര്യങ്ങളും ശരിക്ക് അവർക്കുള്ള നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ഓരോ നിമിഷവും അവരെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുത്തുകൊണ്ട് അവരെ എത്തിക്കേണ്ട അവർക്ക് ഭാഗമായ അവരെ റൂട്ടുകളുണ്ടാവും. ചില ആളുകൾ മുദരിസാവാൻ പറ്റുന്നവരുണ്ടാവും, അവരെ മുദരിസാക്കും. ചില ആളുകൾ ഖത്തീബാവാനേ പറ്റുള്ളൂ, അവൻ ആ നിലക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ഒരു ദർസിൻ്റെ സ്വഭാവമാണ്. ചില ആളുകൾ പ്രസംഗിക്കാൻ പറ്റുന്നവരുണ്ടാവും, അവരെ ആ രംഗത്ത് ഉയർത്തിക്കൊണ്ടുപോകും. ചില ആളുകൾ എഴുതാൻ പറ്റുന്നവരുണ്ടാവും, അവർ എഴുത്തുകാരായി കൊണ്ട് വളർത്തും അവരെ. ചില ആളുകൾ മുക്രിയാവാൻ പറ്റുന്നവരായി അവനെ മുക്രിയാക്കും. കാരണം ദീൻ്റെ സ്വഭാവം അങ്ങനെയുള്ളൂ. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വന്നപ്പോൾ ബുദ്ധിയില്ലാത്തവരൊക്കെ മാറിക്കുന്നു പറഞ്ഞില്ല റസൂലുള്ളാഹി. ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനും ഒക്കെ വരട്ടെ എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഓരോരുത്തരോടും അവരുടെ ബുദ്ധി അനുസരിച്ച് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ഉസ്താദന്മാരൊക്കെ കണ്ടില്ല, അവർ ചില മണ്ടന്മാരായ ചില ശിഷ്യന്മാരുണ്ടാവും അവരെ കൂടുതൽ. എന്നാൽ ചില ഉസ്താദന്മാരൊക്കെ ഈ ബുദ്ധിയുള്ളവരെക്കാൾ ചിലപ്പോൾ പരിഗണിക്കൽ ഈ ബുദ്ധിയില്ലാത്ത ശിഷ്യന്മാരായിരിക്കും. ഞങ്ങളൊക്കെ വന്നിരായ ഞങ്ങൾ ഉസ്താദ് കുഞ്ഞി മുസ്ലിയാരെടുത്തും തിരുനങ്ങാടി ബാപ്പു മുസ്ലിയാരെടുത്തൊക്കെ ഓതുന്ന കാലത്ത് ഏറ്റവും മണ്ടന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ ഈ മഹ്ഫൂലാത്തിൻ്റെ കിതാബൊക്കെ ഓതി കൊടുക്കുമ്പോൾ അവർക്ക് തിരിഞ്ഞില്ലാന്ന് വരും. എന്നാൽ അവരെ മുന്നിലേക്ക് തിരിഞ്ഞിരുന്നും കൊണ്ട് 1, 2, 3 പ്രാവശ്യം പറയും. അപ്പം നമ്മൾക്കൊക്കെ ദേഷ്യം പിടിച്ചാണ് ഈ കാരണം. ഉസ്താദിനങ്ങനെ 4 കൊടുത്താട്ടേ എന്ന് വിചാരിച്ചു. കാരണം പറഞ്ഞത് പിന്നെയും പറയാണ്. ഉസ്താദിനത് മനസ്സിലാവും. പിന്നെ ഞങ്ങളോടൊക്കെ വിളിച്ചു പറയും, നിങ്ങളെ മാതിരിക്കുള്ള ബുദ്ധി അവർക്കൊന്നും അള്ളാഹു കൊടുത്തിട്ടില്ല, പക്ഷെ അവരുമാണല്ലോ നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരാന്ന്. അപ്പം അങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് അവരെ ബുദ്ധിക്കനുസരിച്ച് ഓരോരുത്തരോടും അവരെ ബുദ്ധിയോട് യോജിക്കണ നിലക്ക് അതിനാവശ്യമാവുന്ന കിതാബുകളും അവർക്ക് പഠിക്കാൻ എളുപ്പമുള്ളതും. ചില ആളുകളെ വെറും ഭക്ഷണം കൊണ്ടുവരാൻ പറ്റുന്നവനാണ് ഈ കാരണം. നവനെ കുറച്ചു കാലം ഓതി കണ്ട് ഇവിടെ ഉസ്താദിന് ചിലവുകൊണ്ടാൻ നിന്നാന്ന് പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ ചിലവുകൊണ്ടുവരാൻ. അങ്ങനെ പല ജാതി ആളുകളും പഠിക്കാൻ വരുമ്പോൾ അവർക്കുള്ളതായ മാനസികാവസ്ഥയും. ചില ആളുകൾ ഔലിയാക്കന്മാരാവാൻ പറ്റുന്നവരാണ് ഈ കാരണം. ഓൻ ദിക്റും സ്വലാത്തൊക്കെ. ചില ആളുകളെ ദർസിൽ അത് പറ്റൂല. അപ്പോൾ മുമ്പ് കണ്ണിത്ത് ഉസ്താദിൻ്റെ ദർസിൽ ഷെയ്ഖ് ഹസനത്ത് ഓതാൻ വന്നു തന്നെ മാട്ടൂര്. ഓതാൻ നിന്ന് മഗ്‌രിബിൻ്റെ ശേഷം ഷെയ്ഖ് ഹസനത്ത് കുറേ ദിക്റുകളൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പര് കുറച്ച് ചെറുപ്പത്തിൽ തന്നെ വലിയ ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് മഗ്‌രിബിൻ്റെ ശേഷം പടിഞ്ഞാറ് ചെരുവ് പോയിരുന്ന് ദിക്റെല്ലാം തുടങ്ങിയെന്നാണ്. അപ്പോൾ കണ്ണിത്ത് ഉസ്താദ് രാത്രി ദർസിൽ ഇങ്ങനെ കയറി നോക്കിയിട്ട് എല്ലാ കുട്ടികളും ഉണ്ടാകുന്ന ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ എവിടെ ഒന്ന് പുതിയ ഒരുത്തം വന്നല്ലോ എന്നറിഞ്ഞു. അപ്പം എവിടെയും തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം മൂപ്പരേനെ ഇറങ്ങി പള്ളീൻ്റെ ചുറ്റും തിരയാൻ തുടങ്ങി. പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പടിഞ്ഞാറ് ചെരുവ് ചെന്നപ്പോൾ ഇങ്ങനെ ഇത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാറുന്നു, ഇവിടെ അത് പറ്റൂല എന്ന് പറഞ്ഞു. കണ്ണിത്ത് ഉസ്താദ് അങ്ങനെ സ്വഭാവമാണ്. ഇവിടെ അത് പറ്റൂല എന്ന് പറഞ്ഞു. ഇവിടെ ഈ കിതാബ് ഓതാൻ വന്നാണെങ്കിൽ ദർസിലിരുന്ന് കൊണ്ട് ഓതണം, അല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് രാവിലെ കണ്ണിത്ത് ഉസ്താദിനോട് സമ്മാനം ചോദിച്ചു കൊടുഞ്ഞ് മൂപ്പര് വെറുപ്പൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം രാവിലെ എനിക്ക് കുറേ തരീഖത്തുകൾ പലരോടും വാങ്ങിയതുണ്ട്, ഇന്ന സമയത്ത് ചെല്ലണം എന്ന് പറഞ്ഞാണ്. എനിക്ക് കുറച്ച് സമയത്തിൽ മെനക്കെടാതെ കഴിയൂല എന്ന് പറഞ്ഞ് സമ്മതം ചോദിച്ചു പോന്നു എന്ന് പറഞ്ഞു. അപ്പം ചില ഉസ്താദന്മാർ അങ്ങനെയല്ല, ചിലർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവനെ കണ്ടില്ലേ. ദർസിലൊക്കെ ചില ഔലിയാക്കന്മാരെ പോലെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ടാവും. ഉസ്താദന്മാരൊക്കെ ദ്വാരക്കൂല, എന്നാൽ അവൻ ദ്വാരക്കട്ടെ എന്ന് പറയും. അവനും ഒന്നും തിരിയാത്തവനായിരിക്കും, പക്ഷേ അവൻ നല്ല സാഫായ നല്ല മനുഷ്യനായിരിക്കും, ദ്വാരക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളായിരിക്കും.